രണ്ട് അൽഫാമും രണ്ട് പൊറോട്ടയും എനിക്കൊരു ചായയും പൊറോട്ടയും മാത്രം മതി എന്നാണ് അച്ഛൻ പറയുന്നത്. മക്കളുടെ എല്ലാ ആഗ്രഹങ്ങളും നേടിക്കൊടുക്കാനും നിറവേറ്റാനും നമ്മളുള്ളത്. പക്ഷെ ചിലതൊക്കെ നടക്കാതെ പോവുകയും വേണം. എന്നാലാണ് അവർക്ക് അതിനൊരു വില ഉണ്ടാവുള്ളൂ. കഴിഞ്ഞ ദിവസം ഭക്ഷണം കഴിക്കാൻ ഒരു ഹോട്ടലിൽ കയറിയപ്പോൾ ഒരു അച്ഛനും രണ്ട് പെൺമക്കളും എൻ്റെ മുന്നിൽ വന്നിരുന്നു. അപ്പൊ ഞാൻ ചായ കുടിക്കാനാണ് കയറിയേക്കണേ. പക്ഷെ ഇടക്ക് അല്ലെങ്കിൽ എപ്പോഴും ഹോട്ടലിൽ വരുന്ന ആളുകളല്ല എന്നുള്ളത് കണ്ടാൽ മനസ്സിലാവും. ആ കുട്ടികളുടെ സന്തോഷമൊക്കെ മുഖത്ത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ അച്ഛൻ ഓരോന്നിന്റെ വില ചോദിക്കുന്നുണ്ട്, എത്രയാണ് എത്രയാണ് എന്നുള്ളത്. പക്ഷെ ലാസ്റ്റ് രണ്ട് അൽഫാമും രണ്ട് പൊറോട്ടയും എനിക്കൊരു ചായയും പൊറോട്ടയും മാത്രം മതി എന്നാണ് അച്ഛൻ പറയുന്നത്. സത്യത്തിൽ എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണ് അല്ലെങ്കിൽ കഷ്ടത ഉണ്ട് എന്നുള്ളത് ഈ കേൾക്കണ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ മക്കൾ അത് അറിയണുണ്ടോ എന്ന് അറിയില്ല. അവർക്ക് ആവശ്യമുള്ള അൽഫാമും ഷവായി അവിടെ കിട്ടിയിട്ടുണ്ട്. സത്യത്തിൽ ഇത് അവരറിയണം. അച്ഛൻ എന്തോരം കഷ്ടപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ അച്ഛൻ അത് കുടിക്കണില്ല, അച്ഛൻ ഞങ്ങളെ പോലെ കഴിക്കണില്ല എന്നുള്ളത്. അപ്പൊ ചിലപ്പോഴൊക്കെ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കാൻ കുറച്ച് ഡിലേ ആക്കിയാലും തെറ്റൊന്നുമില്ല. അതിന് കുറച്ച് ക്രൈറ്റീരിയകളൊക്കെ വെക്കാം, നിബന്ധനകൾ വെക്കാം. മാർക്കാവാം, അല്ലെങ്കിൽ അവർ ചെയ്യുന്ന നല്ല പ്രവൃത്തികളാവാം. എന്നിട്ടൊക്കെ നമുക്ക് എന്താക്കാൻ പറ്റും, ചിലപ്പോഴൊക്കെ എല്ലാത്തിനെയും സപ്പോർട്ട് ചെയ്യുന്നതിന് പകരം അവർ തന്നെ എഴുന്നേറ്റ് നിൽക്കട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, അല്ലെങ്കിൽ കഴിഞ്ഞ കാര്യത്തിൽ പറഞ്ഞ പോലെ, ഒരു കളിയാക്കലിനൊന്നും വീണു പോകാനുള്ളതല്ല നമ്മുടെ മക്കള്. അവിടെ അവര് എങ്ങനെയാണോ ഫേസ് ചെയ്യുക, ലെറ്റ് ദം ഫൈറ്റ്. ഞാനോ നിങ്ങളോ ഇല്ലാത്ത കാലഘട്ടത്തിൽ അവരൊറ്റയ്ക്ക് ജീവിക്കണമെങ്കിൽ, നമ്മളുള്ള കാലഘട്ടത്തിൽ അവർ വീഴണം. അവിടുന്ന് എഴുന്നേറ്റ് നിൽക്കാൻ അവർ ഒറ്റയ്ക്ക് നമ്മൾ പഠിപ്പിക്കാൻ വേണം. എന്നാലേ ലൈഫിൽ അവർ സക്സസ് ആവുള്ളൂ.